ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എച്ച് എസ് ഓൺലൈൻ. ഇന്ന് നമുക്ക് പഴം വൈൻ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് പാളയംകോടൻ പഴമാണ്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് നന്നായിട്ട് പഴുത്ത പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ അതേ അളവിൽ തന്നെ പഞ്ചസാര നമ്മളിതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതുപോലൊരു ജാറിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ഈസ്റ്റാണ് ആവശ്യമായിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊരു മരത്തിൻ്റെ കയ്യിലുകൊണ്ട് വേണം നമുക്കിത് ഇളക്കി കൊടുക്കാനായിട്ട്. സ്റ്റീലൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയി വരണം. ഇതിൽ വേറെ സ്പൈസസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. പഴവും പഞ്ചസാര അതുപോലെ ഈസ്റ്റ് പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം അത്രമാത്രം മതി നമുക്കിത് റെഡിയായി കിട്ടാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചധികം നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഒരു 10 ദിവസത്തിന് ശേഷം ഇതുപോലെ ഒന്ന് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു ജാറിലാക്കിയിട്ട് എടുത്തു വയ്ക്കാം. ഇനി ഇതൊരു 41 ദിവസത്തിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് തെളിഞ്ഞ് വൈൻ നന്നായിട്ട് റെഡിയായി കിട്ടും. ഇപ്പോൾ നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസിൻ്റെ കുപ്പിയിൽ ഇതുപോലെ ഒഴിച്ച് വെച്ചതാണ്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് തെളിഞ്ഞ് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും. വേറെ കളറൊന്നും ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതുപോലെ പഴം ഉണ്ടാക്കിയതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ലൂബിക്ക അതുപോലെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെ പഴത്തിന് പകരം ലൂബിക്ക അതുപോലെ പഞ്ചസാരയും പിന്നെ ഈസ്റ്റ് പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം 41 ദിവസം തന്നെ ഇതും ഒന്ന് സെറ്റാവാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിൽ കിട്ടി. അപ്പോൾ എല്ലാവരും അതും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.